നിലമ്പൂർ തേക്ക് പോലെ തന്നെ പ്രസിദ്ധമാണ് നിലമ്പൂർ മൺചട്ടികൾ. കളിമണ്ണിൽ വിരിയുന്ന ഗുണമേന്മയുടെയും സൗന്ദര്യത്തിന്റെയും നിലമ്പൂർ ബ്രാൻഡ്. വികസന വാഗ്ദാനങ്ങൾ കോരിച്ചൊരിയുന്ന നിലമ്പൂരിന്റെ തിരഞ്ഞെടുപ്പ് മണ്ണിൽ മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയ ഇവർക്കും ചില ആവശ്യങ്ങളുണ്ട്. വേരറ്റു പോകാതിരിക്കാൻ ആഗ്രഹങ്ങൾ. ഇന്നും ഇന്നലെയും തുടങ്ങിയ ദിനചര്യയല്ല. 14-ാം വയസ്സിൽ കളത്തിലിറങ്ങിയതാണ്. കഴിഞ്ഞ 40 വർഷമായി ഈ ആലയാണ് കുമാരൻ ചേട്ടന്റെ ജീവനും ജീവിതവും. നല്ല കൈമെയ് വഴക്കമാണ്. രാജ്യാന്തര തലത്തിൽ നിലമ്പൂർ മൺചട്ടി എന്ന ബ്രാൻഡ് പടുത്തുയർത്തിയത് ഇങ്ങനെ കുറെ മനുഷ്യരുടെ വിയർപ്പും അധ്വാനവും കൊണ്ട്. പഴയതുപോലെയല്ല ഇന്ന് ഈ മേഖലയിൽ പ്രതിസന്ധികൾ ഏറെയാണ്. സങ്കടം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ നമ്മളെ കാലം കഴിഞ്ഞു. കുട്ടികളാരും ഇതിലേക്ക് വരുന്നില്ല. മണ്ണിന്റെ ഒരു കാര്യമാണ് ഇപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ചും. പിന്നെ ഒരു ദൂരം ബൈക്ക് നോക്കുകയാണെങ്കിൽ 10-15,000 റുപ്യൊക്കെ ഇവിടെ വരും. പിന്നെ വിറക്, വൈക്കോല് ഇവിടെ ഈ പ്രദേശത്തില്ല. ദൂരം ബൈക്കൊന്ന് കൊയ്തിട്ട് ഉരുളാക്കി കൊണ്ടില്ലേ, അത് വാങ്ങും. കൊടുക്കുന്ന വിലയൊക്കെ നമുക്കിപ്പോ ഇത് പണിയെടുക്കണമെങ്കിൽ കുഴപ്പമില്ലാത്ത വില കിട്ടും. ഓർഡറുണ്ട്, പറഞ്ഞിട്ടെന്താ. ഗുണമേന്മ കൊണ്ട് അടുക്കളയിൽ താരമായിരുന്ന നിലമ്പൂർ മൺചട്ടികളുടെ ട്രാക്ക് അലങ്കാരത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തെ പലയിടങ്ങളിലെ റിസോർട്ടുകളിലും വീടുകളിലും നിലമ്പൂരിന്റെ ഈ കരവിരുത് സ്വീകരണ മുറികളിലാണ് കൂടുതലുള്ളത്. നിലമ്പൂരിന്റെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് മാറ്റം വരാൻ തന്നെ കാരണം ജിനൻ എന്ന് പറഞ്ഞ ഒരു ഡിസൈനർ നിലമ്പൂരിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു 90 കാലഘട്ടത്തിൽ. ആ സാറാണ് ഇതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവന്നതും മണ്ണിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നും ആ സാറാണ് ഞങ്ങൾക്കൊക്കെ പറഞ്ഞത്. ഞാൻ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തായിട്ടാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പോഴൊക്കെ നമ്മളോട് ചോദിക്കുന്നത് മണ്ണല്ലേ, ഇതിനെന്താ ഇത്രയും വില? ഇവിടെ നമ്മുടെ കേരളത്തിൽ കൂടുതലാണ് ആ ചോദ്യം. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ മണ്ണിന് നല്ല വിലയുണ്ട്. ഇതിന് ക്വാളിറ്റി ഇല്ലാത്ത മണ്ണുകളാണെങ്കിൽ നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാനേ പറ്റില്ല, പൊട്ടിത്തെറി. അപ്പം നമ്മൾ അതിനനുസരിച്ച് നല്ല മണ്ണെടുത്തിട്ട് നല്ല എഫേർട്ട് എടുത്തിട്ടാണ് നമുക്കിത് ഒരു പാത്രമായി കിട്ടുന്നത്. അപ്പോൾ അതിനെന്തുകൊണ്ട് വില തന്നുകൂടാ? ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പണ്ടത്തെ അത്ര ആളുകൾ ഇപ്പോൾ മൺപാത്ര നിർമ്മാണ രംഗത്ത് ജോലി ചെയ്യുന്നില്ല. അരുവാക്കോട് മേഖലയിലെ കുറച്ചുപേർ മാത്രമാണ് കുലത്തൊഴിലിൽ അന്നം തേടുന്നത്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ. ഒടുവിൽ നീ. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ.